Hi students, Overview of Computerized Accounting System എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കായ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഒക്കെ നോക്കിയ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഏകദേശം കവർ ചെയ്തു. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ കമ്പനീനെ ഓൾറെഡി ഡിപ്പാർട്ട്മെന്റ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ സെയിൽസിന് ഒരു ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ മാനേജ്മെന്റ്, അങ്ങനെ മാർക്കറ്റിംഗ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ്സ് നമുക്ക് ബിസിനസ്സിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു അക്കൗണ്ടന്റിന്റെ ദൗത്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് വേണ്ട ഈ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാൻ വേണ്ട ഡാറ്റ ശേഖരിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ ഈ ഡാറ്റ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മൾ എന്ത് കളക്ട് ചെയ്യണം? ഡാറ്റാസ് കളക്ട് ചെയ്യണം. അവർ എന്തൊക്കെയാണ് ആ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഇയറിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ മാസമാണല്ലോ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുക. അപ്പൊ ആ ഒരു മാസത്തിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മൾ എന്ത് ഡാറ്റ കളക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് വേരിയസ് സബ് സിസ്റ്റംസ് മേ ബി ഇംപ്ലിമെന്റഡ് ത്രൂ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് അല്ലെ. അപ്പൊ ഈ ഹ്യൂജ് ഇൻഫർമേഷൻ സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെ നിന്നാണ് ഈ ഒരു ഹ്യൂജ് ഇൻഫർമേഷൻ ഉണ്ടാവുന്നത്? പല ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും കിട്ടുന്ന ഡാറ്റ നമ്മൾ പ്രോസസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വലിയൊരു ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നത്. ഓക്കെ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇന്റഗ്രേറ്റ് ദ എൻറ്റയർ സബ്സിസ്റ്റംസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് പ്രൊവൈഡ്സ് എ സൗണ്ട് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്ക് ഓർഗനൈസേഷന്റെ സബ്സിസ്റ്റംസ് ആയിട്ടുള്ള, ഇപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് സബ്സിസ്റ്റംസ് തന്നിട്ടുണ്ട് അല്ലെ? ബഡ്ജറ്റ് സബ്സിസ്റ്റം, ക്യാഷ് ആൻഡ് ബാങ്ക് സബ്സിസ്റ്റം, സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾസ്, അങ്ങനെ പല നമുക്കത് നോക്കാം. പല സബ്സിസ്റ്റത്തിൽ നിന്നും കിട്ടുന്ന ഡാറ്റ പ്രോസസ് ചെയ്തിട്ടാണ് നമ്മളൊരു വലിയൊരു ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നത്. ഏതൊക്കെയാണ് ആ ഒരു മേജർ സബ്സിസ്റ്റംസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം AIS, വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാം. AISന്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. AIS, അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പൊ അതിന്റെ സബ്സിസ്റ്റംസ് ഏതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ബഡ്ജറ്റ് സബ്സിസ്റ്റം, ക്യാഷ് ആൻഡ് ബാങ്ക് സബ്സിസ്റ്റം, സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ സബ്സിസ്റ്റം, ഇൻവെന്ററി സബ്സിസ്റ്റം, പർച്ചേസ് ആൻഡ് അക്കൗണ്ട്സ് പേയബിൾ സബ്സിസ്റ്റം, പേറോൾ അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലേ. ബഡ്ജറ്റ് എന്താ, ക്യാഷ് എന്താ, ബാങ്ക് എന്താ, സെയിൽസ് എന്താ, പർച്ചേസ് എന്താ, ഇൻവെന്ററി എന്താന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അല്ലെ. ബഡ്ജറ്റ് നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് വേറെ തന്നെ ഉണ്ടാവും. പിന്നെ സെയിൽസിലെ വരവും പോക്കും, എത്ര നമുക്ക് കിട്ടി, ഇനി എത്ര കിട്ടാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്സിൽ അറിയാം അല്ലെ. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് എത്രത്തോളം നമ്മൾ വിറ്റു, അതിൽ നിന്ന് ഇനി എത്ര എമൗണ്ട് നമുക്ക് റിസീവ് ചെയ്യാനുണ്ട്, നമ്മൾ എത്ര നമുക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് കിട്ടും. പർച്ചേസിലാണെങ്കിലോ നമ്മൾ എന്തൊക്കെ ഐറ്റംസ് പർച്ചേസ് ചെയ്തു, ഗുഡ്സ് എത്ര പർച്ചേസ് ചെയ്തു, അസറ്റ്സ് എത്ര പർച്ചേസ് ചെയ്തു, നമ്മൾ ഇനി എന്തെങ്കിലും പേ ചെയ്യാനുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടും. സ്റ്റോക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻവെന്ററിയിൽ കിട്ടും. അങ്ങനെ നമ്മൾ എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? എന്തൊക്കെയുണ്ട്? ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം, ടാക്സ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. ഇപ്പൊ നമ്മളൊരു കമ്പനിയുടെ ടാക്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത് വേറൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയായിരിക്കും. ഓക്കെ, ഫൈനൽ അക്കൗണ്ട് സബ്സിസ്റ്റം, കോസ്റ്റിംഗ് സബ്സിസ്റ്റം, ഇങ്ങനെ ഇത്രയും സബ്സിസ്റ്റംസ് നമുക്ക് എന്തിനകത്ത് വരുന്നുണ്ട്? അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിൽ അല്ലെങ്കിൽ ഇത്രയും സബ്സിസ്റ്റത്തിൽ നിന്നും കിട്ടുന്ന ഡാറ്റ യൂസ് ചെയ്ത് അത് പ്രോസസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? നമ്മൾ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്നാണ് നമ്മളൊരു ഫൈനൽ റിപ്പോർട്ടിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ ഈ ടോപ്പിക്? ഓക്കെ, അപ്പൊ നമ്മൾ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ സബ്സിസ്റ്റംസ് എന്തൊക്കെയാന്ന് നോക്കി. അപ്പൊ അതിനെ ഒന്ന് ജസ്റ്റ് ബ്രീഫ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയാലോ? യെസ്, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ക്യാഷ് ആൻഡ് ബാങ്ക് സബ്സിസ്റ്റം. ഇതെന്താ പറയുന്നത്? It deals with the receipts and payments of cash, both physical and electronic. അപ്പൊ ക്യാഷ് ആൻഡ് ബാങ്ക് സബ്സിസ്റ്റത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് കിട്ടാനും നമ്മൾ കൊടുക്കാനും ഉള്ള
പണമിടപാടുകൾ എത്രയുണ്ട് എന്നുള്ളതൊക്കെ അറിയുന്നതിനെ പറ്റിയിട്ടാണ്. അത് ഫിസിക്കൽ ആയിക്കോട്ടെ ഇലക്ട്രോണിക് ആയിക്കോട്ടെ, രണ്ട് തരത്തിലുള്ള പണമിടപാടുകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ക്യാഷ് ആൻഡ് ബാങ്ക് സബ്സിസ്റ്റത്തിൽ വരുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ സബ്സിസ്റ്റം. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ. ഇറ്റ് ഡീൽസ് വിത്ത് റെക്കോർഡിംഗ് ഓഫ് സെയിൽസ്, മെയിൻറ്റനിങ് ഓഫ് സെയിൽസ് ലെഡ്ജർ ആൻഡ് മാനേജിംഗ് റിസീവബിൾസ്. എന്താണ്, നമുക്ക് എത്ര സെയിൽ നടന്നു എന്നുള്ളതിന്റെ റെക്കോർഡ് നമ്മൾ കീപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് സെയിൽസ് ലെഡ്ജർ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. സെയിൽസ് ലെഡ്ജറിന്റെ മെയിൻ്റനൻസ്, പിന്നെ എത്ര ഇനി നമുക്ക് കിട്ടാനുണ്ട്. ഇപ്പൊ നമ്മൾ കടത്തിനൊക്കെ വിറ്റിട്ടുണ്ടാവും, അപ്പോൾ ഇനി നമുക്ക് എത്ര കിട്ടാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഏതിനകത്താണ് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുന്നത്, സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ സബ്സിസ്റ്റം എന്നുള്ള ഡിപ്പാർട്ട്മെന്റിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് വെക്കുന്നത്. ഇറ്റ് ജനറേറ്റ് പീരിയോഡിക് റിപ്പോർട്ട്സ് അബൌട്ട് സെയിൽസ്. എന്താണ്, നമ്മൾ ഒരു മാസം, ഇപ്പൊ എപ്പോഴും നമ്മൾ ഒരു മാസത്തെയാണല്ലോ കണക്കെടുക്കുന്നത്, ഓരോ മാസത്തെയാണല്ലോ കണക്കെടുക്കുക. അപ്പോൾ ഒരു മാസത്തെ അല്ലെങ്കിൽ ആ ഒരു കാലയളവിൽ എത്ര സെയിൽസ് നടന്നു എന്നുള്ള കാര്യങ്ങളുടെ ഒരു റിപ്പോർട്ട് നമുക്ക് അവിടുന്ന് കിട്ടുന്നുണ്ട്. പിന്നെ കളക്ഷൻസ് മെയ്ഡ്. ഓക്കെ, ഇതെന്താണ്, നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു മാനേജിങ് റിസീവബിൾസ്. ഇനി എത്ര കിട്ടാനുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ എത്ര കിട്ടി എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട്. അപ്പൊ ഒരു പ്രൊഡക്റ്റ് വിറ്റിട്ട് നമുക്ക് എത്ര കിട്ടി, എത്ര പ്രൊഡക്റ്റ് വിറ്റു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് എത്ര നമുക്ക് വരുമാനം വന്നു എന്നുള്ളതൊക്കെ ഇതിനകത്ത് അറിയാൻ പറ്റും. ഓവർ ഡ്യൂ അക്കൗണ്ട്സ് ആൻഡ് റിസീവബിൾ പൊസിഷൻസ്. ഇനി എത്ര കിട്ടാനുണ്ട് എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. ഇനി നമുക്ക് കിട്ടാനുള്ളത് കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. ബാഡ് ഡെപ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ വെക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ എത്രയുണ്ട് എന്നുള്ളതൊക്കെ എന്തിനകത്ത് അറിയാം, സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ സബ്സിസ്റ്റത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു ഡാറ്റ നമുക്ക് എവിടുന്നാ കിട്ടും, ഇത്തരത്തിലുള്ള ഡാറ്റ ഒക്കെ നമുക്ക് സെയിൽ ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുന്ന ഒരു സബ്സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ. അപ്പൊ അടുത്ത പോയിന്റിലേക്ക് പോയാലോ. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ഇൻവെന്ററി സബ്സിസ്റ്റം. ഓക്കെ, ഇതെന്താ, ഇൻവെന്ററി എന്ന് പറയുമ്പോൾ എന്താ, സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത്, എത്ര സ്റ്റോക്ക് നമ്മൾ പർച്ചേസ് ചെയ്തു, അതിൽ എത്ര നമ്മൾ വിറ്റു, ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര, ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര, അതിൻ്റെ ഇടയിൽ നമ്മൾ എത്ര പർച്ചേസ് ചെയ്തു, അത് എന്നുള്ള കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നത് നമ്മൾ ഇൻവെന്ററി എന്നുള്ളൊരു ഡിപ്പാർട്ട്മെന്റിലായിരിക്കും, അല്ലെങ്കിൽ ഇൻവെന്ററി സബ്സിസ്റ്റത്തിൽ നിന്നായിരിക്കും നമുക്ക് ഇത്തരം സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇറ്റ് ഡീൽസ് വിത്ത് ദ റെക്കോർഡിംഗ് ഓഫ് പർച്ചേസസ് ആൻഡ് ഇഷ്യൂസ് ഓഫ് സെയിൽസ് ഓഫ് പ്രോഡക്റ്റ്, സ്പെസിഫൈയിങ് ദ പ്രൈസ്, ക്വാണ്ടിറ്റി ആൻഡ് ഡേറ്റ്. ഇപ്പൊ ഒരു സ്റ്റോക്ക് നമ്മൾ എപ്പോൾ വാങ്ങിച്ചു, അതെപ്പോൾ നമ്മൾ വിൽക്കുന്നു, അതിന്റെ നമ്മൾ എത്രാം തീയതിയാണ് വാങ്ങിച്ചത്, എത്രാം തീയതിയാണ് വിറ്റത്, ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് എത്രയാണ്, എത്ര ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിച്ചു. ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് ഇൻവെന്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇതൊക്കെ കൊടുക്കും അല്ലെ. എത്രയാണ് ഒരു ഐറ്റത്തിന്, എത്രയാണ് എമൗണ്ട്. ഇപ്പൊ ഒരു കാർ ഷോറൂം ആണ്, ഇപ്പൊ ഏകദേശം ഒരു കാറിന് ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ ആണെങ്കിൽ ഒരു 1-2 ലക്ഷം അങ്ങനെ വരും. അപ്പോൾ അത് എത്ര ഐറ്റംസ് ഉണ്ട്, അങ്ങനെ ക്വാണ്ടിറ്റി എത്ര, ആ ഒരു എമൗണ്ടിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അത് ഏത് ഡേറ്റിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്, ഏത് ഡേറ്റിനാണ് നമ്മൾ സെൽ ചെയ്തത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻവെന്ററി സബ്സിസ്റ്റത്തിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ. അടുത്ത പോയിന്റ് എന്താ, പർച്ചേസ് ആൻഡ് അക്കൗണ്ട്സ് പേയബിൾ സബ്സിസ്റ്റം. നമ്മൾ നേരത്തെ സെയിൽസിന്റെ പറഞ്ഞു, അതേപോലെ തന്നെയാണ് പർച്ചേസിന്റെ വരുന്നത്. ഇപ്പൊ നമ്മൾ എത്ര വിറ്റു, അതിൽ ഇനി എത്ര എമൗണ്ട് കിട്ടാനുണ്ട്, എത്ര എമൗണ്ട് കിട്ടി എന്നുള്ളതാണ് നമ്മൾ സെയിൽസിൽ നോക്കിയത്. ഇപ്പൊ പർച്ചേസിലാവുമ്പോൾ നമ്മൾ എന്തൊക്കെ പർച്ചേസസ് നടത്തി, അതിൽ എന്തൊക്കെ നമ്മൾ പേ ചെയ്തു, ഇനി എത്ര പേ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എവിടുന്ന് കിട്ടും, പർച്ചേസ് ആൻഡ് അക്കൗണ്ട്സ് പേയബിൾ എന്നുള്ള സബ്സിസ്റ്റത്തിൽ നിന്നും കിട്ടും. ഇറ്റ് ഓൾസോ ജനറേറ്റ്സ് പീരിയോഡിക് റിപ്പോർട്ട്സ് അബൌട്ട് ദ പെർഫോമൻസ് ഓഫ് സപ്ലയേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, സെയിൽസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പീരിയോഡിക് റിപ്പോർട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് പർച്ചേസിലും കിട്ടും. ക്രെഡിറ്റേഴ്സിന് എത്ര ക്രെഡിറ്റേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ എത്ര കൊടുക്കാനുണ്ട് എന്നുള്ള, ഇനി എത്ര നമ്മൾ പേയ്മെന്റ് നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിൽ നിന്നും കിട്ടും, പർച്ചേസ് ആൻഡ് അക്കൗണ്ട്സ് പേയബിൾ സബ്സിസ്റ്റത്തിൽ നിന്നും കിട്ടും. ക്ലിയർ അല്ലേ. അടുത്ത പോയിന്റ് എന്താ, പേറോൾ അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. പേറോൾ അക്കൗണ്ടിംഗ് സബ്സിസ്റ്റത്തിൽ എന്താ പറയുന്നത്, ഇറ്റ് ഡീൽസ് വിത്ത് പേയ്മെന്റ് ഓഫ് വേജസ് ആൻഡ് സാലറി ടു എംപ്ലോയീസ്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അവരുടെ ഇപ്പോൾ എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ
ശമ്പളത്തോട് കൂടിയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവും, പിന്നെ നമ്മൾ കൂലി വേജസ് കൊടുക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പേറോൾ അക്കൗണ്ടിങ് സബ്സിസ്റ്റത്തിന്റെ ഉള്ളിലാണ്. Okay, it gives information about basic pay, dearness allowances and other allowances and deduction from salary and wages. ഇപ്പൊ നമ്മൾ ഒരു wages and സാലറിയിൽ നമുക്ക് പല അലവൻസും വരാം അല്ലെ, DA, TA, അങ്ങനെ പല അലവൻസസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അലവൻസുകളെ കുറിച്ചിട്ട്, പിന്നെ അതിന് പുറമെ ഇപ്പൊ ശമ്പളം, അതിന്റെ അലവൻസ് കാര്യങ്ങൾ, അതിന് പുറമെ എത്ര നമ്മൾ ടാക്സ് പേ ചെയ്തു, ലോൺ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിനകത്താണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? പേറോൾ അക്കൗണ്ടിങ് സബ്സിസ്റ്റത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം, നമ്മളൊരു ഇൻഫോർമേഷൻ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും സബ്സിസ്റ്റത്തിൽ നിന്നും ഒക്കെ നമുക്ക് എന്ത് കിട്ടണം? ഡാറ്റാസ് കിട്ടണം അല്ലെ. ഇനിയുണ്ട്, ഇനി എന്തൊക്കെയുണ്ട്? ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്, നമുക്ക് ഇനി പറയാൻ ഒരുപാടുണ്ട് അല്ലെ. ഫിക്സഡ് അസറ്റ്സ്, ടാക്സ്, ഫൈനൽ അക്കൗണ്ട്സ്, കോസ്റ്റിംഗ്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു വരാം. അപ്പൊ ഇത്രയും സബ്സിസ്റ്റത്തിൽ നിന്നും നമുക്ക് ഡാറ്റ കിട്ടിയാൽ മാത്രമേ നമുക്കൊരു ഇൻഫോർമേഷൻ, മൊത്തത്തിലുള്ള ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. അടുത്ത പോയിന്റ് എന്താണ്? ഫിക്സഡ് അസറ്റ്സ് അക്കൗണ്ടിങ് സബ്സിസ്റ്റം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? It deals with the recording of purchases, additions, deletions, usage of fixed assets such as land and buildings, machinery and equipment, etc. ഇവിടെ ഒരു ഓർഗനൈസേഷന്റെ ഫിക്സഡ് അസറ്റ്സിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അല്ലെ. ഇപ്പോ ഒരു ലാൻഡ് വാങ്ങിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു മെഷീനറി പർച്ചേസ് ചെയ്തു, ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാണ്? പർച്ചേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഫിക്സഡ് അസറ്റ്സ് എന്തെങ്കിലും സെല് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ എവിടെയാണ് ഇടുന്നത്? ഏതിനകത്താണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്? ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിങ് സബ്സിസ്റ്റത്തിലാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ജനറേറ്റ്സ് റിപ്പോർട്ട്സ് അബൌട്ട് ദ കോസ്റ്റ്, ഡിപ്രിസിയേഷൻ ആൻഡ് ബുക്ക് വാല്യൂ ഓഫ് ഡിഫറെന്റ് അസറ്റ്സ്. ഇപ്പൊ ഒരു അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓരോ വർഷം നമ്മൾ ഡിപ്രിസിയേഷൻ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഡിപ്രിസിയേഷൻ എത്രയാണ്, ഓരോ മാസം കൂടുമ്പോൾ എത്രയാണ് അതിന്റെ ഡിപ്രിസിയേഷൻ കോസ്റ്റ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ ബുക്ക് വാല്യൂ എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ കീപ്പ് ചെയ്യുന്നു? ഫിക്സഡ് അസറ്റ്സ് അക്കൗണ്ടിങ് സബ്സിസ്റ്റത്തിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് എന്താ? ടാക്സ് അക്കൗണ്ടിങ് സബ്സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, നമ്മൾ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് ടാക്സ് അടയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ എന്തൊക്കെ പലതരത്തിലുള്ള ടാക്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ടാക്സുകളൊക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്തിനകത്ത് വരുന്നത്? ടാക്സ് അക്കൗണ്ടിങ് സബ്സിസ്റ്റത്തിനകത്ത് വരുന്നത്. അപ്പോൾ വലിയ വലിയ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അതിന് പ്രത്യേകം ഒരു ഡിപ്പാർട്ട്മെന്റ് വേറെ തന്നെ ഉണ്ടാവും. ഇപ്പൊ സ്മോൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും, വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിന് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്തിനകത്ത് വരുന്നത്? ഒരു ടാക്സ് അക്കൗണ്ടിങ് സബ്സിസ്റ്റത്തിനകത്ത് കീപ്പ് ചെയ്യുന്നത്. അടുത്തത് എന്താ? ഫൈനൽ അക്കൗണ്ട്സ് സബ്സിസ്റ്റം. എന്താ ഫൈനൽ അക്കൗണ്ട് സബ്സിസ്റ്റം? This subsystem deals with the preparation of profit and loss account, balance sheet and other statements for reporting purposes. നമ്മൾ എന്തിനാണ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത്? നമുക്ക് ഒരു മാസത്തെ കാര്യങ്ങളൊക്കെ അറിയണം, അതേപോലെ തന്നെ ഒരു വർഷത്തെ കണക്കുകളൊക്കെ നമുക്ക് അറിയണം അല്ലെ. അപ്പോൾ നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്, ബാലൻസ് ഷീറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, അങ്ങനെ നമുക്ക് എന്തൊക്കെ റിപ്പോർട്ട്സ് നമുക്ക് കീപ്പ് ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് ജനറേറ്റ് ചെയ്യണോ, ഇത്തരത്തിലുള്ള റിപ്പോർട്ട്സ് ഒക്കെ നമുക്ക് എവിടെ നിന്നാണ്? ഫൈനൽ അക്കൗണ്ട്സ് സബ്സിസ്റ്റത്തിലാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് കോസ്റ്റിംഗ് സബ്സിസ്റ്റം. എന്താണ് കോസ്റ്റിംഗ് സബ്സിസ്റ്റം? It deals with recording of cost of materials, labor and other expenses with a view to ascertain cost of goods produced. So ഇവിടെ പറയുന്നത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരു ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ ആ ഫർണിച്ചർ ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? റോ മെറ്റീരിയൽസ് വേണം അല്ലെ, അതിന് നമുക്ക് ലേബേഴ്സിനെ വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അപ്പൊ ലേബേഴ്സിന് നമ്മൾ കൂലി കൊടുക്കണം, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണ് കീപ്പ് ചെയ്യുന്നത്? കോസ്റ്റിംഗ് എന്ന് പറയുന്ന സബ്സിസ്റ്റത്തിന്റെ ഉള്ളിലാണ്. ലാസ്റ്റ് പോയിന്റ് എന്താണ്? ബജറ്റ് സബ്സിസ്റ്റം.
എന്താ പറയുന്നത്? ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് ഫോർ ദ കമ്മിങ് ഫിനാൻഷ്യൽ ഇയർ. വരും വർഷത്തേക്കുള്ള ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കറണ്ട് ബഡ്ജറ്റുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ബഡ്ജറ്റ് എന്നുള്ള സബ്സിസ്റ്റത്തിന്റെ ഉള്ളിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത്രയും സബ്സിസ്റ്റം ആണ് നമുക്ക് എന്തിനകത്ത് വരുന്നത്? അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിനുള്ളിൽ വരുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ നന്നായി പ്രിപ്പയർ ചെയ്യുക. 3 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇതോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ടോപ്പിക്സുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് കമന്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കുക. നമ്മൾ അതിനുള്ള മറുപടികളൊക്കെ നമുക്ക് തരാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നമുക്ക് വരാൻ സാധ്യത ഞാൻ ഓൾറെഡി പറഞ്ഞു 3 മാർക്കിനാണ്. അപ്പൊ ഏത് ടോപ്പിക് വേണമെങ്കിലും ചോദിക്കാം. എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണല്ലോ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ എല്ലാ ടോപ്പിക്സും വളരെ ക്ലിയർ ആയിട്ട് നോക്കി വെക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് പോയിന്റ്സ് നോക്കി വെച്ചാൽ തന്നെ അവനവന്റെ ഭാഷയിൽ സ്വയം എഴുതാൻ സാധിക്കുന്ന കാര്യങ്ങളെ കണ്ടുവരുന്ന എല്ലാ ടോപ്പിക്സിലും ഉള്ളൂ. ഓക്കെ, ഇപ്പൊ മെറിറ്റ്സ് ആണെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും ഏകദേശം സെയിം ആണ് അല്ലെ. ഇപ്പോൾ ആക്യുറസിയും റിലയബിലിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ഫീച്ചേഴ്സിലും പറഞ്ഞിട്ടുണ്ട്, മെറിറ്റ്സിലും പറഞ്ഞിട്ടാണ്. അപ്പൊ അതൊക്കെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈസി ആയിട്ട് 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.